ത്രിപുരയിലേക്കുള്ള ഒരു സാഹിത്യ സഞ്ചാരം. ത്രിപുര വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ മണിപ്പൂരിനും മിസോറാമിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രകൃതി സൗന്ദര്യങ്ങളുടെ നാടാണിത്. മലനിരകൾ, ഗോത്ര സംസ്കാരം, ചരിത്ര സ്മാരകങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ സമ്മിശ്രണമാണ് ഈ സംസ്ഥാനത്തിൻ്റെ ആകർഷണം. കുമാർഘട്ടിൽ നിന്ന് 74 കിലോമീറ്റർ ദൂരത്തുള്ള ജംപു ഹിൽസ് ത്രിപുരയുടെ ഏറ്റവും മനോഹരമായ മലനിരകളിലൊന്നാണ്. വൈവിധ്യമാർന്ന മരങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, മുളക്കാടുകൾ എന്നിവയുടെ ഇടയിലൂടെ യാത്രയിൽ പ്രകൃതിയുടെ ശീതളതയും ഗോത്രജീവിതത്തിൻ്റെ സാന്നിധ്യവും അനുഭവിക്കാം. ജംപു ഹിൽസിൻ്റെ ബെഡ്ലാൻഡ് പ്രദേശം ത്രിപുരയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റിൽ തേതാവർ കൊടുമുടിയുടെ മനോഹര ദൃശ്യങ്ങൾ കാണാം. കാപ്പി, ഓറഞ്ച് തുടങ്ങിയ ജൈവകൃഷി പ്രധാനമായ ഈ മലനിരകളിൽ മീസോ യാത്രക്കാരുടെ ഗ്രാമങ്ങൾ സജീവമാണ്. ത്രിപുരയിൽ കാളീദേവിയുടെ ആരാധന പ്രധാനമാണ്. ദുർഗാപൂജയുടെ സമാനതയിൽ ഇവിടെ കാളിയെ ആരാധിക്കുന്നു. മത്സ്യം, മാംസം, അരി എന്നിവ കാളിക്ക് അർപ്പിക്കുന്ന പതിവുണ്ട്. ചരിത്രപരമായി നരബലി നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ മൃഗങ്ങളുടെ ചോര മാത്രമാണ് ഉപയോഗിക്കുന്നത്. കൊൽക്കത്തയിലെ കാളിഘട്ട് ക്ഷേത്രം പോലെയുള്ള ആരാധനാലയങ്ങൾ ഇവിടെയുമുണ്ട്. ജൽമഹൽ തടാകമധ്യത്തിലെ കൊട്ടാരം. അഗർത്തലയിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരത്തുള്ള ജൽമഹൽ അഥവാ നീർമഹൽ തടാകത്തിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു രാജകൊട്ടാരമാണത്. ഇത് ത്രിപുരയുടെ ഐതിഹാസിക ദൈവത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. രാത്രിയിൽ ലൈറ്റിംഗ് ഉള്ളപ്പോൾ ഇതിൻ്റെ പ്രതിഫലനം വെള്ളത്തിൽ മനോഹരമായി കാണാം. മിനി ത്രിപുരയും ഹെറിറ്റേജ് പാർക്കും. 12 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഹെറിറ്റേജ് പാർക്കിൽ ത്രിപുരയിലെ പ്രധാന സ്ഥലങ്ങളുടെ മിനി പതിപ്പുകൾ കാണാം. ത്രിപുര സുന്ദരി ക്ഷേത്രം, ജൽമഹൽ, ഉജ്ജയന്ത കൊട്ടാരം എന്നിവയുടെ അനുകൃതികൾ ഇവിടെയുണ്ട്. ഊനോകോട്ടി എന്ന പേരിലുള്ള ശിലാസമുച്ചയത്തിൻ്റെ മാതൃകയും ഇതിലുൾപ്പെടുന്നു. അഗർത്തല മ്യൂസിയം. ചരിത്രത്തിൻ്റെ പ്രതിഫലനം. ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിലെ മ്യൂസിയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സംസ്കാരവും ചരിത്രവും പ്രദർശിപ്പിക്കുന്നു. പ്രാദേശിക ജീവിതവും ഗതാഗതവും. ത്രിപുരയിൽ ഷെയറിംഗ് ഓട്ടോകൾ പൊതുഗതാഗതത്തിൻ്റെ പ്രധാന മാർഗമാണ്. നഗരത്തിനകത്ത് ബസ് സർവീസ് പരിമിതമാണെങ്കിലും ദൂരസ്ഥലങ്ങളിലേക്കുള്ള ബസ് സൗകര്യം ലഭ്യമാണ്. റോഡുകളുടെ ഇരുവശവും മുളവേലികളും ഫലവൃക്ഷങ്ങളും കാണാം. ഇത് പ്രകൃതി സംരക്ഷണത്തിലുള്ള ത്രിപുരയുടെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. മലയാള സാഹിത്യത്തിൽ ത്രിപുരയെക്കുറിച്ചുള്ള യാത്രാവിവരണങ്ങൾ ഇന്നും വിരളമാണ്. എന്നാൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പോലെയുള്ള യാത്രാവിവരണ രചയിതാക്കൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ മലയാളിയുടെ മനസ്സിലെത്തിച്ചതുപോലെ ത്രിപുരയുടെ സൗന്ദര്യം ഇന്നും വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കുന്നു. ത്രിപുര പ്രകൃതിയുടെയും സംസ്കാരത്തിൻ്റെയും സംഗമസ്ഥലമാണ്. മലനിരകളുടെ ഉന്നതിയിൽ നിന്ന് തടാകങ്ങളുടെ നിശബ്ദത വരെയുള്ള ഈ യാത്രാനുഭവങ്ങൾ ഓരോ യാത്രക്കാരനും ഒരു പുതിയ ദൃഷ്ടികോണം നൽകും. സാഹിത്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പ്രകൃതിയുടെയും സ്പർശം തേടി ത്രിപുരയിലേക്കുള്ള യാത്ര ഒരുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.